അപ്പോൾ പ്രിയപ്പെട്ടവരെ, പോലീസിനെതിരെ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെ നിരന്തരം ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി. നിലവിലെ സാഹചര്യം DGPയും ഇന്റലിജൻസ് ADGPയും മുഖ്യമന്ത്രിയോട് വിശദീകരിക്കും. DIG തലം മുതലുള്ള ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുക. വൈകിട്ട് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, പൊതുവേ പോലീസ് സേന അത്ര വലിയ കുഴപ്പം പിടിച്ച സേനയല്ലെങ്കിലും അതിലുള്ള ചില പുഴുക്കുത്തുകൾ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുന്നുവെന്ന തിരിച്ചറിവ് സർക്കാരിനുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കസ്റ്റഡി മർദ്ദനങ്ങളുടെയൊക്കെ വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ യോഗം ചേരുന്നത്. ഈ പുഴുക്കുത്തികളെ കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമോ? കൂടുതൽ ജനപ്രിയവും ജനമൈത്രിയൊക്കെ ആവാൻ സാധ്യതയുണ്ടോ ഹരിമോഹൻ? അതോ ഒരു പതിവ് യോഗം എന്ന് കരുതിയാൽ മതിയോ? അരുൺ, ഈ പതിവ് യോഗങ്ങൾ സാധാരണ രീതിയിലൊക്കെ നടക്കാറുണ്ട്. അതായത് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിലൊക്കെ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ഇങ്ങനെ ചേരാറുണ്ട്. 3 മാസമൊക്കെ കൂടുമ്പോൾ അതൊരു പതിവ് രീതിയുമാണ്. പക്ഷേ ഇക്കുറി അങ്ങനെ ചേരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതും പോലീസ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കഴിഞ്ഞ തവണയൊക്കെ എല്ലാ തവണയും ഉണ്ടാകുന്നത് പോലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഗുണ്ടകളെ അടിച്ചമർത്താനുള്ള നടപടികളൊക്കെ തന്നെയാണ് വിഷയങ്ങളായി വരാറുള്ളത്. പക്ഷേ ഇക്കുറി കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ അതിരൂക്ഷമായി പോലീസിനെതിരെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വിമർശനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പോലീസിന്റെ രീതികൾ, പോലീസിംഗ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ തീരുമാനങ്ങളടക്കം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ട് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. അതായത് പല കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളും നേരിടുന്ന ഉദ്യോഗസ്ഥർക്ക് നോട്ടീസുകൾ കൊടുത്തിട്ടും മറുപടി കൊടുത്തിട്ടില്ല. അവർ ഒരു നിഷേധാത്മക സമീപനം പുലർത്തുന്നുണ്ട്. അതായത് പീച്ചിയിലെ PM രതീഷ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള സമീപനമാണ് പുലർത്തുന്നത്. അപ്പോൾ അവർക്കെതിരെ എന്ത് നടപടി എടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാൻ സാധ്യതയുണ്ട്. എന്തായാലും കർശന നടപടി എന്നുള്ളത് തന്നെയായിരിക്കും മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രതീഷ് അടക്കമുള്ള ആളുകൾ, അതുപോലെ കുന്നംകുളത്തെ ഉദ്യോഗസ്ഥർ, ഇവർക്കെല്ലാം എതിരെ നേരത്തെ തന്നെ വകുപ്പ് തല നടപടി എന്നുള്ള നിലയിൽ നേരത്തെ സ്വീകരിച്ചിരുന്നു. അതിന്റെ തുടർച്ച, അതായത് സസ്പെൻഷൻ അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷം കാണാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയാണ് യോഗം വിളിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് പോലീസുകാർക്ക്, പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അതത്ര സുഖകരമാവില്ല. അവർക്ക് അടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരും. പിന്നെ പതിവ് പോലെ മറ്റു വിഷയങ്ങളാണ്. അതായത് പൊതുജനങ്ങളോടുള്ള പെരുമാറ്റത്തിനപ്പുറത്തേക്ക് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും ഗുണ്ട നിയന്ത്രണങ്ങളും അടക്കമുള്ള പതിവ് വിഷയങ്ങളാണ്. പക്ഷേ ആ വിഷയങ്ങളൊക്കെ തന്നെ അജണ്ട പ്രകാരം ചർച്ച ചെയ്ത് പോകുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ, അതായത് പോലീസ് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര സ്വഭാവത്തോടു കൂടി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മുഖ്യമന്ത്രി വാചാലനാകും എന്നുള്ളത് തന്നെയാണ്. വൈകുന്നേരം 4 മണിക്കാണ് പോലീസ് ആസ്ഥാനത്ത് വെച്ച് യോഗം ചേരുന്നത്. അരുൺ, ചുരുക്കത്തിൽ ഹരിമോഹൻ, കുറച്ചു കാലം കൂടിയുള്ളൂ, സ്വസ്ഥമായിട്ടൊന്ന് ഭരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അനുവദിക്കണം എന്ന് അപേക്ഷിക്കലാകുമോ, അതിൽ കർശന നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രി കടുപ്പിച്ചു പറയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യം കസ്റ്റഡി മർദ്ദനങ്ങൾ തുടർച്ചയായിട്ട് സർക്കാരിന് തലവേദനയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെതിരെ ഇന്നിപ്പോൾ യോഗത്തിൽ ഉണ്ടാവും എന്നാണ്, കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കൂടുതൽ ജനമൈത്രിയാവട്ടെ. മൃദുഭാവേ ദൃഢകീർത്തിയെ.